ഒരു ആനേനെ ഇവിടെ തൊഴുവിക്കാൻ കൊണ്ടുവന്നതാണ്. ആ തൊഴുവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ കയറിയില്ല. അപ്പൊ പാപ്പാനെ ഒരു വടി കൊണ്ട് ഒരു അടി കൊടുക്കണുണ്ടു. അത് കഴിഞ്ഞപ്പോൾ ആന പാപ്പാനെ ഓടി ആലിന്റെ അപ്പുറത്തേക്ക് ചെന്നപ്പോൾ ആന പിന്നാലെത്തി ചവിട്ടി കൂട്ടി അടിക്കാറുന്നു. 2-3 പ്രാവശ്യം അടിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു പാപ്പാനെ ഇവിടേക്ക് തട്ടിയിട്ടു ഇവിടേക്ക്. അത് ഗുരുതര പരിക്കുള്ളൂ. മറ്റേ പുള്ളീനെ കുടല് കുത്തേ ചെയ്തു, കുടല് ചവിട്ടിയാന. അത് കഴിഞ്ഞപ്പോൾ എന്നിട്ട് നിന്നില്ല. അതേപ്പോൾ കാറ് അവിടെ കിടന്ന കാറ് എടുത്തു കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്നിട്ടു. ഞങ്ങളുടെ ബൈക്കൊക്കെ നശിച്ചു. ചേട്ടന്റെ ബൈക്കായിരുന്നു അത്? എന്റെ ബൈക്കായിരുന്നു. പൂർണ്ണമായി നശിച്ചു? പൂർണ്ണമായിട്ട് തള്ളാൻ പറ്റില്ല. ഇവിടെ ഉണ്ടായിരുന്ന കാറടക്കം പൂർണ്ണമായി നശിച്ചു? കാറ് അങ്ങറ്റത്ത് ഗേറ്റിന്റെ അപ്പുറത്ത് ഒന്ന്. ആദ്യം ഇത് പിന്തുടർന്ന് ആക്രമിക്കായിരുന്നു പാപ്പാനെ വന്ന വഴി ഇറങ്ങിയ വഴി ആള് ഭയങ്കര ഗൗരവമായിട്ട് വീക്ഷിച്ച് ആളെ തട്ടി. ലോറി ഡ്രൈവർ എങ്ങനെയാണ് മുന്നിൽപ്പെട്ടത്? അത് തന്നെ കാണാൻ പറ്റില്ല. ഇവിടെ പണിക്ക് വന്നായിരുന്നു? ഞാൻ പണിക്ക് വന്നത്. ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായുള്ളൂ. ആന പാപ്പന്മാരും. ആന കൊമ്പിനടിച്ചിട്ട് രണ്ടുപേരും വീഴായിരുന്നു. ഒരാൾ ആന തുമ്പിക്കാനെടുത്ത് മുകളിലേക്ക് പൊക്കി 3-4 പ്രാവശ്യം അടിച്ചു. അടിച്ചിട്ട് ചവിട്ടി കൂട്ടി ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ ഒച്ചെടുത്ത് ഇവിടുന്ന് ഓടി ചെന്നപ്പോഴേക്കും ആന തുമ്പിക്കയിൽ എടുത്തുകൊണ്ട് ആളെ കൊണ്ടുപോയി ചവിട്ടി കൂട്ടി കൊന്നുകളഞ്ഞു. പാപ്പാനെ പിന്തുടരില്ല. ആനയും ആനപ്പാപ്പന്മാരും അവിടെ നിൽക്കാണ്. ഞാൻ വരുമ്പോൾ ഞാൻ വണ്ടി ഇവിടെ സ്റ്റാൻഡിൽ വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ആന അടിക്കണേണ് കാണുന്നത്. വലത്തുവശത്തേക്ക് അടിക്കാതെ വലത്തുവശം രണ്ടുപേരും നിന്നത്. അവരടിച്ചു. അതിനകത്ത് ഒരാൾ ആനും പാപ്പാനാണോ എന്നുള്ളത് നമുക്ക് ഇപ്പം ന്യൂസ് വരുമ്പോഴേ അറിയണേ, അല്ലെങ്കിൽ വേറെ ആരാന്നുള്ളത്. ആരാന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരാളെ കൂടുതൽ ആന പൊക്കിയെടുത്ത് അടിക്കാറുണ്ട്. 5-6 പ്രാവശ്യം ഇട്ട് അടിച്ചു. പിന്നെ കാലിൽ ചവിട്ടിക്കൂട്ടി വലിച്ചോണ്ട് പോയത്. ഇവിടെ തൊഴാൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആന? തൊഴുത പോയി. ആന ഇവിടുത്തെ ആനയല്ല. ഇവിടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. അവിടെ ആന പലപ്പോഴും ക്യാമ്പുണ്ട്. അവിടെ നിന്ന് ആനയെ കുളിയെ കഴിഞ്ഞിട്ട് ആനയെ ഇവിടേക്ക് തൊഴിക്കാൻ കൊണ്ടുവന്നത്. തൊഴുത് ഇവിടുന്ന് ആന പുറത്തേക്ക് ഇറങ്ങി അവര് ആലിൻ്റെ അവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കണ്ടേ. ഞാൻ വരുമ്പോൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒരാൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ വണ്ടിയോട് വെച്ച് വർത്തമാനം പറഞ്ഞു. എൻ്റെ കൂടെ വിനോദം എന്ന് പറഞ്ഞ ഒരാളുണ്ടായി. അയാളായിട്ട് വർത്തമാനം പറഞ്ഞു. ഞാൻ കിഴക്കോട്ട് വർത്തമാനം പറയുമ്പോഴാണ് ആനയോട് അടിയണത്. ഇത്രയാണ് സംഭവം. അല്ലാണ്ട് നാട്ടുകാർ പറഞ്ഞ മാതിരി ഇത് അമ്പലത്തിൽ കൊണ്ടുവന്ന ആനയല്ല. അമ്പലത്തിൽ ചീത്തപ്പേരുണ്ടാവാനുള്ള ശ്രമം ഉണ്ടാവരുത്. ആന പാപ്പാനെ പിന്നാലെ ആക്രമിക്കല്ല ചെയ്തേ. അതറിയില്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്യാമ്പ് ചെയ്യാറുണ്ട്. ഞാൻ അല്ലാണ്ട് അമ്പലം ആയിട്ട് വന്ന ഒരു ആനയല്ല, ഉത്സവമായിട്ട് ബന്ധപ്പെട്ട ഒരു ആനയല്ല. ഇവിടെ തൊഴാൻ വന്നൊരാന. ഓക്കെ.